എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിശ്ചല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 10-1 മുതൽ 6 വരെ. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടിമുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം, അതിൻ്റെ എല്ലാ നന്മകളോടും കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. 10-ാം അധ്യായം 6-7 മുദ്രകൾക്കിടയ്ക്ക് മഹാകഷ്ടത്തിൽ നിന്ന് വന്ന വലിയൊരു കൂട്ടം ദൈവത്തെയും കുഞ്ഞാടിനെയും സ്തുതിക്കുന്ന ഒരു സ്വർഗീയ ദർശനം നമുക്ക് ലഭിച്ചു. 6-7 കാഹളങ്ങൾക്കിടയിൽ ഭൂമിക്ക് വേണ്ടിയുള്ള ചെറിയ ഒരു പുസ്തക ചുരുൾ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ബലവാനായ ഒരു ദൂതനെ ഇവിടെ കാണുന്നു. 5-ാം അധ്യായത്തിലെ ചുരുളുമായുള്ള ഇതിൻ്റെ വൈരുദ്ധ്യം വളരെ പ്രകടമാണ്. ആ ചുരുൾ ഇടപ്പെട്ടിരുന്നു. ഇത് തുറന്നതാണ്. അത് ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു. ഇത് ഒരു ദൂതൻ്റെ പക്കലും. മുദ്ര തുറക്കുവാൻ അർഹതയുള്ള ഏക വ്യക്തിയായ കുഞ്ഞാടാണ് ആ ചുരുൾ വാങ്ങുന്നത്. ഇവിടെ പ്രവാചകൻ ചുരുൾ വാങ്ങി ഭക്ഷിക്കുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും സുന്ദരവും അപൂർവവുമായ ഒരു പ്രതീകമാണ് ഇവിടുത്തെ ചിന്താകേന്ദ്രം. ദൈവവചനം പ്രവചനത്തിന് നിദാനവും പ്രചോദനവുമാകുന്നുവെന്ന് അടിവരയിട്ട് പറയുന്ന വേദഭാഗം. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ചെറുപുസ്തകം അല്ലെങ്കിൽ ലിറ്റിൽ സ്ക്രോൾ എന്ന് പറയുന്നത് വളരെയധികം ആഴത്തിൽ മനുഷ്യജീവിതങ്ങളെ സ്പർശിക്കാനും സ്വാധീനിക്കാനും കഴിയുന്ന ഒന്നാണ്. ഈ അധ്യായം മുഴുവൻ വായിക്കുകയും വിശകലനം ചെയ്താലേ ഈ വചനങ്ങൾ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതിശക്തനായ ഒരു മാലാഖ ചെറിയ പുസ്തകം പിടിച്ചിരിക്കുന്നു. ശക്തനായ മാലാഖയെ അവതരിപ്പിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയാണ്. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ കൽത്തൂണ് പോലെയുമുള്ളവൻ. അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വച്ചു എന്നാണ് കാണുന്നത്. ഇത്രയ്ക്ക് അനുപമമായ രൂപവും സ്വഭാവവും ഉള്ള മാലാഖ തീർച്ചയായും ദൈവവചനം വഹിക്കാൻ യോഗ്യൻ തന്നെയാണ്. കടലിലും കരയിലും ഒരുപോലെ നിന്നുകൊണ്ടാണ് ഈ ദൂതൻ ദൈവവചനവുമായി ദർശകനെ സമീപിക്കുന്നത്. വലങ്കൈ സ്വർഗത്തേക്ക് ഉയർത്തിയാണ് ദൈവസന്നിധിയിൽ സാക്ഷിയായി നിൽക്കുന്നത്. ദൂതൻ സത്യം ചെയ്യുന്നത് നിത്യനായ ദൈവത്തിൻ്റെ മുൻപിലാണ്. ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു.
പുസ്തക ചുരുളിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഈ തുറന്ന പുസ്തക ചുരുൾ ക്രിസ്തുവിലൂടെയുള്ള ദൈവാഗമനത്തിൻ്റെ സദ്വർത്തമാനം അടങ്ങുന്നതാണെന്ന് യോഹന്നാൻ്റെ പുസ്തകത്തിൽ ഇതിൻ്റെ സ്ഥാനവും 10-ാം അധ്യായത്തിലെ വിവിധ സൂചനകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവസ്നേഹത്തിൻ്റെയും ദൈവഹിതത്തിൻ്റെയും വെളിപ്പാടായ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ശരീരധാരണവുമാണ് അതിൻ്റെ ഉള്ളടക്കം. അതാണല്ലോ ഇനി തുടർന്ന് വരുന്ന അധ്യായങ്ങളിലൊക്കെ പ്രതിപാദ്യം. ചലനം മുകളിൽ നിന്ന് കീഴ്പോട്ടാണ്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്. ബലവാനായ ദൂതൻ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായ മേഘത്തിലാണ് വരുന്നത്. ദൈവ കരുണയുടെ ചിഹ്നമായ മഴവില്ലും രാജകീയതയുടെ ചിഹ്നമായ സൂര്യനും നടത്തിപ്പിൻ്റെ ചിഹ്നമായ അഗ്നിസ്തംഭങ്ങളുമൊക്കെ ഒപ്പമുണ്ട്. അവൻ്റെ സന്ദേശം സഭയ്ക്കോ ഓരോ വിശ്വാസിക്കോ മാത്രമുള്ളതല്ല. മഴവില്ലിൻ്റെ വ്യാപ്തി സാധ്യത പോലെ കരയെയും കടലിനെയും ബന്ധിക്കുന്നതായി പ്രാപഞ്ചിക പ്രാധാന്യം തന്നെ അതിനുണ്ട്. നിർണായകവും പ്രാപഞ്ചികവുമായ ഈ സന്ദേശത്തെ തുടർന്ന് 7 ഇടിനാദങ്ങളുടെ പ്രതിധ്വനികൾ കേൾക്കുന്നു. അവ സംസാരിക്കുന്നു. വെറും ശബ്ദമല്ല, വാക്കുകളുടെ ഉച്ചാരണം സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 4-ാം വാക്യത്തിൽ. എന്നാൽ അവയുടെ വാക്കുകൾ പ്രവാചകൻ മുദ്രയിടണം. പ്രവാചകൻ അവ എഴുതരുത്. ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തോട് ചേർന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയേണ്ട ആവശ്യമില്ല. അവയെല്ലാം അറിയുവാൻ ആഗ്രഹിക്കുകയും അരുത്. തുറന്ന പുസ്തക ചുരുൾ മതി. എങ്കിലും വെളിപ്പാട് പുസ്തകത്തിലും വേദപുസ്തകത്തിലാകമാനവും ദൈവം സംസാരിക്കുന്നതിൻ്റെ പ്രതീകമായാണ് ഇടിനാദം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. സീനായിലെ അനുഭവത്തിൽ നിന്നും മറ്റും നമുക്ക് അതറിയാം. ദൈവം പ്രകൃതി ശബ്ദങ്ങളിലൂടെയൊക്കെ ഇടപെടുന്ന ദൈവമാണ്. ഇന്നും ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആ ദൈവിക ഇടപെടലിൻ്റെ പ്രതിധ്വനികൾ വ്യത്യസ്തമായ അടയാളങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും കാലം നമുക്ക് വ്യാഖ്യാനിച്ച് നൽകുമ്പോൾ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ച് കളയാതെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ഏഴകളായ അടിയങ്ങളുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്ത് അങ്ങയുടെ ആഴമായ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ, പുതിയൊരു ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെയും ജീവിപ്പാനുള്ള ബലവും കൃപയും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ അങ്ങ് കൂടെ ഇരിക്കണമേ. വഴികാട്ടിയായും ആലോചകനായും ഞങ്ങളെ നടത്തണമേ. വളരെയധികം ചൂട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനത അങ്ങോളം ഇങ്ങോളം വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു. ശുദ്ധജലത്തിൻ്റെ പ്രയാസങ്ങൾ നേരിടുന്നു. കർത്താവെ, കാലാവസ്ഥയുടെ പ്രതികൂലതയെ മറികടക്കാനുള്ള കൃപ അവിടുന്ന് മനുഷ്യർക്ക് നൽകണമേ. ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയുടെ കരങ്ങളിൽ സൂക്ഷിക്കണമേ. യേശു മശിഹയുടെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നമ്മെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.